ഹലോ ഫ്രണ്ട്സ്, സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമേ കാണിക്കുന്ന യശോദ വീണ് കിടക്കുന്നുണ്ട്. ദേവനാരായണ നമ്പൂതിരി യശോദ എന്താ പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മോളെയും അമ്മയും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി വരുന്നുണ്ട്. അമ്മ എന്ത് പറ്റിയെന്ന് രാധികയെ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന്. എന്നിട്ട് എല്ലാവരും കൂടി യശോദയെ പോക്കുന്നുണ്ട്. എന്നിട്ട് രാധികയോടായിട്ട് അമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം എടുക്കാനായിട്ട് നമ്പൂതിരി പറയുന്നുണ്ട്. രാധിക എന്നിട്ട് യശോദയ്ക്ക് കുടിക്കാനായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. എല്ലാവരും യശോദയെ പൊക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറ്റിയത് യശോദ എന്ന് യശോദനെ കസേരയിൽ ഇരുത്തിയതിന് ശേഷം നമ്പൂതിരി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്പൂതിരി പറയുന്നുണ്ട്, ഒരു വീഴ്ച കേട്ടിട്ടാണ് ഞാൻ എണീച്ചത്. ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോഴിവിടെ വീണ് കിടക്കുന്നത് കണ്ടത്. കുറേ നേരമായിട്ട് എന്തോ ഒരു വിഷമത്തിലായിരുന്നു. എന്താ ഇപ്പോൾ ഇത്ര സങ്കടം ഉണ്ടാവാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും രാധികയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്പൂതിരി പറയുന്നുണ്ട്, രാധിക മോളുടെ അടുത്ത് കിടന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് എണീച്ച് പോകുന്നത്. പക്ഷേ നിൻ്റെ അടുത്ത് എത്തിയിട്ട് ഇവിടെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ പറ്റി ഇപ്പോൾ ഇത്ര സങ്കടം ഉണ്ടാവാൻ ഇവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് യശോദ പറയുന്നുണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട്, ഇല്ലേ ഇവിടെ ഒന്നുമില്ലേ, സങ്കടപ്പെടാനായിട്ട് ഒന്നുമില്ലേ, മനസ്സ് കത്തുക അമ്മയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. യശോദ ഇത് കേട്ടിട്ട് മുത്തശ്ശി തല കുമ്പുന്നുണ്ട്. രാധിക ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്പൂതിരി ഇത് എന്താണെന്ന് ഇങ്ങനെ അറിയാത്ത മട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ നമ്പൂതിരി ചോദിക്കുന്നു, എന്താടോ അത്, ഞാനറിയാൻ പാടില്ലാത്ത എന്ത് സങ്കടമാണ് എൻ്റെ മനസ്സിൽ, പരിഹരിക്കാൻ പറ്റാത്ത എന്ത് സങ്കടമാണ് അത്, ഞാനറിയാത്തത് എന്ത് കാര്യമാണെന്നൊക്കെ ഇങ്ങനെ നമ്പൂതിരി യശോദയോടായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ യശോദ നമ്പൂതിരി കൈ പിടിച്ച് പറയുന്നുണ്ട്, അങ്ങ് എന്നോട് പൊറുക്കണം, ഇതിനൊരു ഞാര് പരിഹരിച്ചിട്ടും ഒരു പരിഹാരമില്ല, അങ്ങനെ പരിഹാരമില്ലാത്തൊരു കാര്യമാണ് അതൊന്നും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാത്ത മട്ടിൽ നമ്പൂതിരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് ആകെ വെപ്രാളമാകുന്നുണ്ട് കേട്ടോ. കേട്ടിട്ട് മുത്തശ്ശി വെപ്രാളത്തോട് കൂടി പറയുന്നത്, വിളിക്കേ തല കറങ്ങി വീണപ്പോൾ തലയ്ക്ക് എന്തോ ഇതാക്കിയതാവുന്നു, പിച്ചും പേയും പറഞ്ഞത് ഇവൾ അങ്ങനെ കൊണ്ടുപോയി കിടത്താൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ യശോദ ദേഷ്യത്തോട് കൂടി പറയുന്നുണ്ട്, അല്ല ദൈവമായിട്ട് കൂട്ടി അണിച്ചത് മനുഷ്യനായിട്ട് വേർപിരിച്ചു, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇവിടെ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ യശോദ. അതിൻ്റെ ശാപം പറഞ്ഞു തീർക്കാൻ പറ്റും ഇവിടെ ആർക്കെങ്കിലും എന്നൊക്കെ ഇങ്ങനെ യശോദ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശി ഇങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ പിരിച്ചു തന്നോ, താൻ ആരുടെ കാര്യം ഈ പറയുന്നത്, എന്താ താൻ ഈ പറയുന്നത്, ആരിപ്പോൾ അങ്ങനെ ഇവിടെ ചെയ്തതെന്ന് എനിക്കിങ്ങനെ യശോദയോട് നമ്പൂതിരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും രാധികയ്ക്കൊക്കെ എന്തോ ഒരു വെപ്രാളം പോലെ തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെപ്രാളം മുത്തശ്ശിക്കാണ്. പക്ഷേ അപ്പോൾ യശോദ പറഞ്ഞിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, എൻ്റെ തലക്കുള്ളിൽ ഇതെല്ലാം പെരുത്തുപോയി, ഞാൻ ചത്തു പോകുന്നൊക്കെ ഇങ്ങനെ യശോദ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുന്നുണ്ട് നമ്പൂതിരി. എന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട് യശോദ. എന്നപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, യശോദയെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എന്താ കാര്യം എന്നുള്ളത് എന്നോട് പറയൂ, എന്തിനാ ഇങ്ങനെ മനസ്സിലെല്ലാം അടക്കി പിടിച്ച് നിൽക്കുന്നതെന്ന് ഇങ്ങനെ യശോദ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് നമ്പൂതിരി യശോദയോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ യശോദയെ താൻ എഴുന്നേൽക്കുന്നു പറഞ്ഞിട്ട് നമ്പൂതിരി യശോദയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിയും രാധികയും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ യശോദയും കൂടിയിട്ട് നമ്പൂതിരി നേരെ ചെല്ലുന്നത് പൂജാമുറിയിൽ കാണാൻ. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ അഭയം ശക്തിയും എല്ലാം ഈ വിഗ്രഹമാണ്, അപ്പോൾ ഇവിടെ നിന്നിട്ട് താൻ എന്താ സംഭവിച്ചതെന്നുള്ളത് തുറന്ന് പറയണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദ നമ്പൂതിരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പരിഭ്രമത്താൻ നിൽക്കുന്ന മുത്തശ്ശിയെയും രാധികയെയും കാണിക്കുന്നുണ്ട് ബാക്കിൽ കേട്ടോ. ഞാൻ യശോദയോട് ചോദിക്കുന്നുണ്ട്, ആരുടെ കാര്യമാണ് തൻ്റെ മനസ്സിന് ഇത്ര വിഷമം നൽകുന്നത്, ആരുടെ കാര്യമാണ് ഇത്ര പരിഭ്രമവും ടെൻഷനൊക്കെ തനിക്കുണ്ടാവും, തങ്ങ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറയാനിങ്ങനെ പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ യശോദ ബാക്കിലേക്കൊന്നും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ യശോദ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് തലയുകൊണ്ട് ഇങ്ങനെ മെല്ലെ ആട്ടുന്നുണ്ട്. മുത്തശ്ശിയും രാധികയും പറയല്ലേ എന്നിങ്ങനെ മട്ടില്ല. അപ്പോൾ യശോദയോട് വീണ്ടും നമ്പൂതിരി ചോദിക്കുന്നത് എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ യശോദ അത് എന്നിട്ടിങ്ങനെ അകത്തേക്ക് വീണ്ടും കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്പൂതിരി പറയുന്നത് എന്താ അവൾക്ക് പറ്റിയതെന്ന് പറഞ്ഞിട്ട് നമ്പൂതിരിയും യശോദയുടെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ യശോദ പൂജാമുറിക്ക് പുറത്ത് വന്ന് നിന്നിട്ട് നമ്പൂതിരിയോട് ഒരു കള്ളം പറയുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരി നാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു, അവളെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇത്ര ടെൻഷൻ ഇങ്ങനെ പറയുമ്പോൾ നമ്പൂതിരി ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണത്തിൽ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പൂജാമുറിയിൽ നിന്നിട്ട് യശോദ പുറത്തേക്ക് വന്നത്. കാരണം കള്ളം പറയാൻ പൂജാമുറിയിൽ നിന്നാൽ പറ്റില്ലല്ലോ. എന്നിട്ട് യശോദ പറയുന്നുണ്ട്, അവളുടെ മകൾക്കാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്, അവളുടെ മകളുടെ കല്യാണ സമയത്ത് വേറെ ആരുടെ കൂടി ഒളിച്ചോടിപ്പോയി, പക്ഷേ അവളുടെ മറ്റൊരു മകളാണ് താലി കെട്ടുന്ന സമയത്ത് കയറി മാനം രക്ഷിക്കാൻ വേണ്ടി കയറുന്നത്, ആ കുട്ടിയുടെ താഴ്ത്തില താലി കെട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട്, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതല്ലേ, ചില പിള്ളേർ അങ്ങനെ ഓടിപ്പോകുമ്പോഴൊക്കെ അങ്ങനെ കല്യാണം കഴിക്കുന്നതല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ വീട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചിട്ട് യശോദ വേറൊരു കൂട്ടുകാരത്തിയുടെ കാര്യമായിട്ട് ഇങ്ങനെ നമ്പൂതിരിയെ പറഞ്ഞ് ഫലിപ്പിക്കുന്നു, ഇതാണ് നടന്നതെന്നൊക്കെ കേട്ടോ.
അപ്പോൾ നമ്പൂതിരി പറഞ്ഞു അത് നാട്ടു നടപ്പല്ലേ എന്ന് പറയുമ്പോൾ അതല്ല വിധി, അങ്ങനെയല്ല സംഭവിച്ചത്. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം ഓടിപ്പോയവൾ തിരിച്ചു വന്നതിന് ശേഷം എല്ലാവരും കൂടി ആ താലി കെട്ടിയ താലിയും അവളുടെ ഡ്രസ്സ് ആഭരണങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഓടിപ്പോയവളാണ് മണവാളുടെ കൂടെ പോയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്പൂതിരി അതെന്താണ് അങ്ങനെയെന്ന് ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്പൂതിരി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് താൻ ഈ പറയുന്നത്, അങ്ങനെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാൻ ആർക്കും ഇവിടെ പറ്റാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. യശോദ നിന്ന് കരയുന്നുണ്ട്. ഇത് കേട്ട് അന്താളിച്ച് മുത്തശ്ശിയും രാധികയും മറുവശത്തായി നിൽക്കുന്നുമുണ്ട് കേട്ടോ. നമ്പൂതിരി ചോദിക്കുന്നുണ്ട് മക്കളെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മയും അച്ഛനക്കും അതുപോലെയൊക്കെ നിൽക്കാൻ പറ്റുമോ എന്നിങ്ങനെ യശോദയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട് ഇല്ല അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല, പക്ഷേ എല്ലാവരും അതിന് കൂട്ടുനിന്നു. താലിമാല അടക്കം പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്ന് എല്ലാവരും പിടിച്ചു വാങ്ങിച്ചു എന്നിങ്ങനെ പണ്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട് യശോദ. അവൾ കാണെങ്കിൽ മണവാട്ടിയെ ഓടിപ്പോയവൾ മണവാളുടെ കൂടെ പോവാൻ സമ്മതിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്പൂതിരി പറയുന്നുണ്ട് ഈശ്വര ഭഗവാനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നിട്ട് വെപ്രാളപ്പെടുന്നുണ്ട്. യശോദ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരി അമ്മ അവൾ ഈ കാര്യത്തിൽ നിസ്സഹായാവസ്ഥയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ യശോദ പറയുന്നുണ്ട് നമ്പൂതിരിയോട്. യശോദ പറയുന്നുണ്ട് അവൾക്ക് ഈ ജന്മത്തിൽ എപ്പോഴെങ്കിലും സ്വസ്ഥത കിട്ടുമോ, എപ്പോഴെങ്കിലും അവളെ മനസ്സിലെ കരച്ചിലടങ്ങുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേവലാതിപ്പെടുന്നുണ്ട് യശോദ കേട്ടാ. പിന്നെ യശോദ പറയുന്നുണ്ട് കരഞ്ഞ് തളർന്നു പോയത് ഞാൻ അങ്ങനെയാന്നിങ്ങനെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. നമ്പൂതിരി അങ്ങോട്ട് പോകുന്നുണ്ട്. മുത്തശ്ശിയും രാധികയും യശോദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് യശോദയുടെ അടുത്തേക്ക് രാധിക ചെന്നിട്ട് എന്തേ അമ്മ എന്നിങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് എനിക്ക് പെറ്റണില്ലടി എന്നാണ് പൊട്ടി കരഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധികയെ. ദേവനാരായണ നമ്പൂതിരി അപ്പുറത്തേക്ക് പോകുന്നുണ്ടും ആ പോയ വഴിക്ക് മുത്തശ്ശിയും കൂടെ ചെല്ലുന്നുണ്ട് കേട്ടോ. ദേവനാരായണ നമ്പൂതിരി ഇരിക്കുന്നിടത്ത് മുത്തശ്ശി വന്ന് നിൽക്കുന്നുണ്ട്. കൂടെ രാധികയും യശോദയും വരുന്നുണ്ട്. ദേവനാരായണ നമ്പൂതിരി പറയുന്നുണ്ട് തെറ്റ് കൊടും പാപമാണ്, മംഗല്യഭാഗ്യം തീരുമാനിക്കുന്നതും നടത്തുന്നതും ദൈവമാണ്, അതിന് കൂട്ടുനിന്ന ആരായാലും അതിന് മനസ്സമാധാനം ഒരിക്കലും കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് കൂട്ടുകാരി ഇനി യശോദ വിളിക്കുമ്പോൾ പറയണം ഈ കണ്ണീരും നിശബ്ദതയുമല്ല അതിനുള്ള വേണ്ടതെന്നിങ്ങനെ പറയണം എന്നിങ്ങനെ നമ്പൂതിരി യശോദയോട് പറയുന്നുണ്ട് കേട്ടോ. അവരൊരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ എല്ലാതും തുറന്നു പറയണമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ആ പറഞ്ഞ മകളുണ്ടല്ലോ മുഹൂർത്ത സമയത്ത് മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ട് താലി അറക്കാനായി വന്നു, അവളൊരു ശാപജന്മമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്പൂതിരി. ആയുസ്സിലിഞ്ഞ അവൾക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ ആഹ്ലാദിക്കുവാനുള്ളതായിരിക്കില്ല, അവൾക്കതൊക്കെ അനുഭവിക്കാനുള്ള ദിനങ്ങളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ശാപവാക്ക് പോലെ. ഒരു കാര്യം യശോദ മനസ്സിലോർത്തോളൂ, അന്ന് ആ കതിർ മണ്ഡപത്തിൽ പുരുഷൻ്റെ താലിയേറ്റ് വാങ്ങിച്ചവൾ തന്നെയായിരിക്കും ആ പുരുഷൻ്റെ യഥാർത്ഥ ഭാര്യ എന്നുള്ളത് ഇങ്ങനെ പറയുമ്പോൾ രാധിക ആകെ അത്ഭുതത്തിൽ നെടുവേർപ്പെടുന്നുണ്ട്. കേട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി നോക്കി നിൽക്കുന്നുണ്ട്. യശോദയ്ക്കും ഒരു വിഷമമാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്പൂതിരി പറയുന്നുണ്ട് കാലം എത്ര കുത്തി ഒഴുകിയായാലും സത്യത്തിന് നീതിക്കും നന്മയുണ്ടെങ്കിൽ കാലം എത്ര പോയാലും അവർ തന്നെയായിരിക്കും ഒന്നിക്കുക എന്നിങ്ങനെ നമ്പൂതിരി പറയുന്നുണ്ട്. ആ പെൺകുട്ടി തന്നെയായിരിക്കും എന്നേക്കും അവൻ്റെ വധു എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് നമ്പൂതിരി ട്ടാ. എന്നിട്ട് പറയുന്നുണ്ട് ആ പെൺകുട്ടി എത്ര കെഞ്ഞിരുന്നാലും ആ പെൺകുട്ടിയുടെ ഭർത്താവ് അവർ തന്നെയായിരിക്കും ഒന്നിക്കുക, ആ പെൺകുട്ടിയുടെ കല്യാണം ഇനി വേറെ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ സങ്കടം ഉള്ളിലൊതുക്കി നിൽക്കുമ്പോൾ നമ്മൾ വീഴാതെ നോക്കണം എന്നിങ്ങനെ യശോദയോട് നമ്പൂതിരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി യശോദ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് നമ്പൂതിരി പോകുമ്പോൾ എല്ലാം നിനക്ക് ഒന്നിച്ച് തീർക്കണമായിരുന്നല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി പോകുന്നുണ്ട്. ഇത് കേട്ട വിഷമത്തോടെ നിൽക്കുന്നുണ്ട് യശോദയും രാധികയും. അങ്ങനെ യശോദ രാധികയായിട്ട് വിഷമത്തോട് പറയുന്നുണ്ട് മനസ്സിലുള്ളതൊന്നും പെയ്ത് തീരണം, ഇത്രയെങ്കിലും ഒന്ന് അമ്മ ചെയ്തോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാധികയെ ഒരു സഞ്ചിയൊക്കെ തൂക്കി പിടിച്ചിട്ട് പുറത്തെവിടെ പോയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട് ദൈവമേ അമ്മയ്ക്ക് പിടിച്ച് നിൽക്കണം, മനസ്സിങ്ങനെ കൊടുക്കണേ എന്നിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ഒരു കാർ അത് ആ വഴിക്ക് വരുന്നുണ്ട് കേട്ടോ. രാധിക എന്തോ ആലോചിച്ച് വരുന്ന സമയത്ത് കാറ് മുന്നിൽ വരുന്നതുകൊണ്ട് രാധിക ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്നുണ്ട്. കാറിൻ്റെ ഡോർ തുറന്ന് വരുന്നു, പുറത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാധിക അങ്ങോട്ട് പോകാൻ ഓടുമ്പോൾ വരുൺ പറയുന്നുണ്ട് കേട്ടോ ഞാൻ തന്നെ കാണാനാണ് വന്നതെന്ന് നിൽക്കുക, തന്നോട് എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാധികയ്ക്ക് പെട്ടെന്ന് അപ്പുറത്തൊരു ഭാഗത്തേക്ക് ഓടുന്നുണ്ട് രാധിക കേട്ടോ. അങ്ങനെ രാധിക വരുണിനെ കാണാതിരിക്കാൻ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് ഓടി കയറുന്നുണ്ട്. ഇങ്ങനെ വരുണും രാധികയുടെ പിന്നാലെ നിൽക്കടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓടല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ രാധിക ഓടി വേറെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ വരുണും രാധികയെ നോക്കിയിട്ട് പറയുന്നുണ്ട് പോയ ഭാഗത്തേക്ക് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുവഴിക്ക് രാധിക വന്ന വഴിയിൽ കൂടെ തന്നെ ബാക്കിലേക്ക് തിരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ വരുൺ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ രാധികയെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ പോയ വഴിക്ക്. പക്ഷേ രാധിക മുന്നിൽ ചാടുന്നത് ഗൗതമിൻ്റെ വണ്ടിക്ക് മുന്നിലായിരിക്കും.
അങ്ങനെ രാധിക അവൻ്റെ മുന്നിൽ പെട്ടെന്ന് ചാടുമ്പോൾ ഗൗതം ഡോർ തുറന്നിങ്ങനെ നിൽക്കണ്ടോണ്ട് ഉടുപ്പില്ലാത്ത പോലെ അവനിങ്ങനെ രാധികയും അടിമുടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധിക പറഞ്ഞു സോറിയിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. അത് പോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ പേരെന്താന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ പേര് അറിയുന്നതെന്ന് ഇങ്ങനെ രാധികയെ ചോദിക്കുന്നുണ്ട്. നീ ദേവനാരായണ നമ്പൂതിരി വീട്ടിൽ വേലക്കാരി അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ആ അതേന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൗതം പറയുന്നുണ്ട് നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, പക്ഷെ ഞാൻ നിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ഗൗതം രാധികയോട് പറയുന്നുണ്ട്. അങ്ങനെ ഗൗതം പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്തെ അപ്പുറങ്കയെ കെട്ടിച്ച് വന്ന വീട്ടിലത്തെയാ, നീ എൻ്റെ വണ്ടിയിലേക്ക് കയറിയ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് ആക്കി തരാം ഇങ്ങനെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് വേണ്ടാന്ന്, എന്താ നീ എൻ്റെ ബന്ധുവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗൗതം. എന്നിട്ട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നിന്നെപ്പോലെ ചന്തമുള്ള പെൺകുട്ടിയെ വേലക്കാരിയാണെന്ന് നിന്നെ കണ്ടാൽ തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഷളം ചിരിക്കുന്നുണ്ട് ഗൗതം. നീ അങ്ങോട്ട് സൗന്ദര്യത്തിൽ മുങ്ങി നിൽക്കുകയല്ലേ. എന്നിട്ട് രാധികയുടെ മുന്നിലേക്ക് കുറച്ചും കൂടി നീങ്ങി നിന്നിട്ട് ഗൗതം പറയുന്നുണ്ട് വരുൺ ദേവനാരായണ നമ്പൂതിരിയുടെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ദേവനാരായണൻ്റെ വേലക്കാരിക്ക് ഞാനൊരു ജീവിതം തരാമെന്നിങ്ങനെ രാധികയെ നോക്കിയിട്ട് ഗൗതം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ആരും അറിയണ്ട രഹസ്യമായിട്ട് മതി എന്നിങ്ങനെ പറയുമ്പോൾ രാധിക ദേഷ്യത്തോട് ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഗൗതമിനോട്. ഗൗതം പറയുന്നുണ്ട് അവിടെയുള്ള നിൻ്റെ പ്രിയങ്ക സന്തോഷിക്കണമെങ്കിൽ കണിമംഗലത്തുകാരെ കൂടി സന്തോഷിപ്പിക്കണം, അത് ചിലരുടെ സന്തോഷം വേറെ രീതിയിലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് സന്തോഷിക്കാൻ നീ മതി എന്നിങ്ങനെ പറഞ്ഞിട്ട് രാധികയുടെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. വിടുക എന്നിങ്ങനെ രാധിക പറയുന്നുണ്ട്. അവൻ കൈ വിടാണ്ടാകുമ്പോൾ രാധികയെ അവൻ്റെ മുഖത്തേക്കൊന്ന് തല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാധിക പറയുന്നുണ്ട് വൃക്ഷത്തോട് കൂടിയിട്ട് ഇത്രയും അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരുത്തനുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അടി കിട്ടിയ ഒരു വിഷമത്തിൽ ഗൗതം എന്ത് ചെയ്യാമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് രാധികയെ. രാധിക പറയുന്നുണ്ട് മുതലാളിമാരെ കാണുമ്പോൾ നിശബ്ദമായി നോക്കി നിൽക്കുന്ന വേലക്കാരികളെ നീ കണ്ടിട്ടുണ്ടാകും, പക്ഷെ നീ അതിൽ ഉൾപ്പെടുത്തണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ രാധിക അങ്ങനെയാകില്ല എന്നിങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. രാധികയെ വീണ്ടും കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് ഗൗതം. അത് കണ്ടിട്ട് രാധിക ഗൗതമിനെ പിടിച്ചൊരു തള്ളു കയറുന്നുണ്ട്. ഗൗതം അപ്പോൾ കാറിൻ്റെ മേലേക്ക് ഓടുന്നുണ്ട്. എന്നിട്ട് രാധിക ഓടുന്നുണ്ട്, പിന്നാലെ ഗൗതം ഓടുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഓടിയിട്ട് രാധിക കുറച്ച് ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രാധിക ഇങ്ങനെ സൗണ്ട് ഇല്ലാണ്ട് അവിടെയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവിടുത്തെ ഒരാൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കാൻ അവൻ ആരാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗൗതമിൻ്റെ അടുത്തേക്ക് ഒരുത്തൻ ചെന്നിട്ട് ചോദിക്കുന്നത് ആരാടാ നീ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഗൗതമിനോട്. അവനോട് ഇങ്ങനെ തട്ടിക്കയറുന്നുണ്ട് ഗൗതം ആരാ നീ പോലീസോ ഈ നാടിൻ്റെ ആരും നിൻ്റെ തന്തൊക്കെ എഴുതി തന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ വേറെ അതിൽ കൂടെ നിന്നിരുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആടാ മര്യാദക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നീ പോടാ ഇതൊക്കെ ഞാൻ കുറേ കേട്ടിട്ടുള്ളതാണെന്നിങ്ങനെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടി നിന്ന ഒരുത്തന് മെക്കെട്ട് ഇങ്ങനെ ഗൗതം കയറാൻ നിന്നപ്പോൾ അവൻ പറയുന്നുണ്ട് എന്നാൽ പിന്നെ അത് കണ്ടിട്ട് എന്നെ ബല്ലെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല അസലടി കൊടുക്കുന്നുണ്ട് ഗൗതമിന് കേട്ടോ. എല്ലാവരും കൂടി ഗൗതമിനെ നല്ല പുതിയ തല്ലുന്നുണ്ട്. അങ്ങനെ രാധിക വിളിച്ചുകൊണ്ട് മോളെ വീട്ടിൽ പൊക്കി അവൻ്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊണ്ടെന്ന് കൂടെ നിന്ന ഒരാൾ പറയുന്നുണ്ട് കേട്ടോ. നിൽക്കുന്ന രാധികയെ കഴിച്ചുകൊണ്ടിട്ട് ഗൗതം പറയുന്നുണ്ട് എടീ നീ ഇപ്പോൾ പൊക്കോ, പക്ഷെ നിന്നെ പിന്നെ ഞാൻ വെറുതെ വിടുന്ന് നോക്കണ്ടെന്നിങ്ങനെ പറഞ്ഞ പൊക്കോ. അതിലത്തെ ഒരാൾ പറഞ്ഞു മോള് പൊക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട് രാധികയോട്. രാധിക ആകെ പേടിച്ച് വിറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വരുൺ രാധികയുടെ മുമ്പ് കളഞ്ഞു പോയ ഒരു പാദസരം കയ്യിലെടുത്തിട്ട് രാധികയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്ന ഭാഗമാണ്. രാധിക ഇങ്ങനെ ഡാൻസ് ക്ലാസ്സിന് പോകുന്നതും വരുൺ ഫോട്ടോ എടുക്കുമ്പോൾ ഇനി എൻ്റെ ഫോട്ടോ എടുക്കരുതെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കാറിലിരുന്ന് വരുൺ ചിന്തിക്കുന്ന ഒരു ഭാഗത്താണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവർ ബൈ ബൈ.